ولو كنت فظا غليظ القلب لانفضوا من حولك. നബിയെ, അങ്ങ് ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങയുടെ സ്വഭാവം മോശമായിരുന്നുവെങ്കിൽ, അങ്ങ് ജനങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, അങ്ങയുടെ ആയിരക്കണക്കിന് സ്വഹാബിമാർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു, അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. എപ്പോഴേ പറഞ്ഞെന്നറിയോ? ഹബീബ് കാണാൻ സുമുഖരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. ഇത്ര നല്ല ഭംഗിയുള്ള ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ലല്ലോ. ഇത്ര ഭംഗിയുള്ള ഒരാളെ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുമില്ലല്ലോ. തങ്ങൾ ഏറ്റവും നല്ല തറവാടുള്ളവരാണ്, സംസ്കാരമുള്ളവരാണ്, അറിവുള്ളവരാണ്, എല്ലാം ഉണ്ട്. ഈ സ്വഭാവമില്ലെങ്കിൽ നബിയെ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദേഷ്യക്കാരനാണ്, മിണ്ടിയ ദേഷ്യപ്പെടും, അങ്ങനെ വല്ല ചില മൂക്കത്ത് ദേഷ്യമുള്ള ആളാണ്. അത്ര ആൾ കൊണ്ട് എന്താ കാര്യം? ഒരു വാക്കയാളോട് പറയാൻ പറ്റുമോ? ഒരു ചർച്ചക്കയാളെ ഇരുത്താൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞ ആൾ കേൾക്കുമോ? അങ്ങനെ ഉണ്ടല്ലോ. എന്ത് പണക്കാട് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ചർച്ച വെച്ചാൽ ഈ മനുഷ്യരോട് എണീറ്റ് ഓടും. എന്തേ? അയാൾ അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. മനുഷ്യന്മാർ വെറുക്കൂലേ? ജനങ്ങൾ വെറുക്കുന്നത് അള്ളാഹു വെറുക്കുന്നതിൻ്റെ അടയാളമാണെന്നാണ്. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ റസൂലിന് വഹയുണ്ട്, ഖുർആനുണ്ട്, ഫസ്വാഹത്തുൽ കലാമുണ്ട്. ഏറ്റവും നല്ല സ്ഫുടസുന്ദരമായ നബി തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ആയിരക്കണക്കിന് അദൃശ്യമായ കഴിവുകൾ, മുഅ്ജിസത്തുകൾ അള്ളാഹു നബിക്ക് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, തറവാടുണ്ട്, ഇൽമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ, അങ്ങയുടെ സ്വഭാവത്തിലെങ്ങാനും മോശം വന്നാൽ ദീനിലേക്ക് ആളുകൾ വരില്ല. നിങ്ങളുടെ സ്വഭാവം ഏറ്റവും വലുതാണ്. അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ ജനങ്ങൾ 4 കണ്ണുകൊണ്ടാണ് കാണുന്നത്, 2 കണ്ണുകൊണ്ടല്ല. ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ചർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിനെയാണത് ബാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെയാണത് മുറിവേൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം കാരണം ദീനിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഹിക്മത്തോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ പരിചയപ്പെടുത്തേണ്ടത്.